അൻസിബ, ഇതിപ്പോൾ താരസംഘടന നാഥനില്ലാ കളരി എന്നൊരു പരാമർശമായിരുന്നല്ലോ നിർമ്മാതാക്കളുടെ ഭാഗത്തുണ്ടായത്. ഇക്കാര്യത്തിൽ AMMA അതൃപ്തി അറിയിച്ചിട്ടുണ്ടല്ലേ? AMMA എന്ന് പറയുന്നത് തെറ്റാണ്. അമ്മ അസോസിയേഷനാണ്. ഞങ്ങളുടെ അസോസിയേഷന്റെ പേര് അമ്മ എന്നാണ് ഉച്ചരിക്കുന്നത്. അത് എവിടെയെങ്കിലും AMMA എന്ന് പറയുമ്പോൾ അത് ചാനലിന്റെ ഭാഗത്തുനിന്നും AMMA എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ചാനൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും ഒരു മാധ്യമ സ്ഥാപനം അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അമ്മ എന്നല്ലേ അതിന്റെ പേര്. നമ്മൾ മലയാളത്തിൽ അമ്മ എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിർമ്മാതാക്കളെ അതൃപ്തി അറിയിച്ചിട്ടുണ്ടല്ലേ? കേട്ടും അമ്മ, ഞാനിപ്പോ പറഞ്ഞല്ലോ, ഇത് AMMA എന്ന് പറഞ്ഞതേ എനിക്ക് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് നാഥനില്ലാ കളരിയാണെന്ന് പറയുമ്പോൾ എത്രത്തോളം വിഷമം വരും. ഞങ്ങളൊരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ട്. ഇപ്പോഴും ആ കമ്മിറ്റിയിൽ എല്ലാ മെമ്പേഴ്സും ആക്റ്റീവാണ്. നമ്മളിൽ മെജോറിറ്റി ആളുകളും ഡെയിലി ഓഫീസിൽ ചെല്ലുന്ന ആൾക്കാരാണ്. അവരുടേതായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ്. എന്തിന്, പ്രൊഡ്യൂസർ അസോസിയേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാം വരെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാം ചെയ്ത് അതിന്റെ 3 ഘടകങ്ങളായിട്ടുള്ള പൈസ അവർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തു നൽകിയിട്ടും അമ്മ നാഥനില്ലാ കളരി എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിഷമമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോൾ ഒരു ഖേദം പ്രകടിപ്പിക്കണം എന്നൊരു ആവശ്യമാണോ ഉന്നയിച്ചിരിക്കുന്നത്? എന്താണ് അങ്ങനെ ഒരു സംഘടന ഏത് രീതിയിലാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്? അത് തെറ്റാണല്ലോ. അത് ആര് തെറ്റ് പറഞ്ഞാലും അത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ പ്രായമോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഒന്നുമല്ല. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സംഘടന എന്നുള്ള നിലയിൽ ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചാൽ തീർച്ചയായിട്ടും മാപ്പ് ഞങ്ങൾ പറയുന്നതായിരിക്കും. അത് ആരാണെന്നുണ്ടെങ്കിലും മനുഷ്യ സഹജമല്ലേ. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി തെറ്റാണ് മാപ്പ് പറയുക. അല്ലെങ്കിൽ അതിന് മാപ്പ് പറയണമെന്ന് ഞാൻ പറയണില്ല കേട്ടോ, അതങ്ങനെ വന്നു പോയത്. പക്ഷെ അതിനൊരു ഖേദം പ്രകടിപ്പിക്കുക. പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറയാമായിരുന്നു. ഇതിലിപ്പോൾ കുറച്ച് ദിവസമായല്ലോ ഈ ഒരു സംഭവം ഉണ്ടായിട്ട്. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു കത്ത് നൽകാനുള്ള ഒരു തീരുമാനം, അതിനു മുൻപ് തന്നെ ഇക്കാര്യത്തിൽ സംസാരം എന്തെങ്കിലും നടന്നിരുന്നോ? ആദ്യമേ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ഇപ്പം നമ്മുടെ വീട്ടിലൊരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം വീട്ടിൽ സംസാരിച്ച് അത് പരിഹരിക്കാൻ ശ്രമിക്കും. അത് ഒരു രീതിയിലും പരിഹരിക്കാൻ ശ്രമിക്കാതെ വരുന്ന സമയത്താണ് നമ്മളത് പബ്ലിക്കിലേക്ക് വരുന്നത്. സംഘടനാപരമായിട്ട് തന്നെ ആദ്യമേ നമുക്ക് സംസാരിച്ച് അതെന്താണ് പ്രശ്നം എന്നുള്ളത് അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റുമായിരുന്നു എല്ലാവർക്കും. പക്ഷെ അത് ജനങ്ങളുടെ മുന്നിലേക്കിട്ട് മാധ്യമങ്ങളുടെ മുന്നിലേക്കിട്ട് അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു. ശരിക്കും അത് സംസാരിച്ച് അതിന് ക്ലാരിറ്റി വരുത്തി അതിനെന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാമായിരുന്നു. അൻസിബ, ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ മറ്റൊരു വിവാദം കൂടി ഉടലെടുത്തിരിക്കുന്നുണ്ടല്ലോ. ആന്റണി പെരുമ്പാവൂരിന്റെ വിമർശനത്തിൽ സുരേഷ് കുമാറിനെ എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു പിന്തുണയായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരണം? അസോസിയേഷനിൽ നിന്ന് അവരുടെ ഒരു അംഗം സംസാരിച്ച കാര്യമാണ്. അത് അവരാണ് പ്രതികരിക്കേണ്ടത് എന്താണ് നടന്നിട്ടുള്ളതെന്ന്. ഇപ്പോൾ അതിൽ തന്നെയുള്ള അംഗമാണ് പറയുന്നത് അവിടെ നടന്നിട്ടുള്ള കാര്യം തീരുമാനങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ എപ്പോഴും ഒരു സംഘടനയാവുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ആ സംഘടനയിലുള്ള എല്ലാവരും അറിഞ്ഞു എന്ന് ഉറപ്പുവരുത്തേണ്ടതൊരു വലിയ ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ സംഘടനയിൽ എപ്പോഴും എന്ത് തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാവരും അറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ഇപ്പം അങ്ങനെ തന്നെയാണ്. അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ അഡോ കമ്മിറ്റിക്ക് നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നമുക്ക് ജനറൽ ബോഡി കൂടണം. ജനറൽ ബോഡി കൂടിയിട്ട് എല്ലാ അംഗങ്ങളും വേണം. അഡോ കമ്മിറ്റിയിലെ അംഗങ്ങൾ മാത്രമല്ല, നമുക്ക് എല്ലാ അംഗങ്ങളും ചേർന്ന് വേണം ഒരു തീരുമാനം എടുക്കാൻ. അപ്പോഴേ അത് എല്ലാവരിലേക്കും എത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു തീരുമാനമേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എല്ലാ സംഘടനകളിലും അത് തന്നെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ അംഗങ്ങളും അറിഞ്ഞുകൊണ്ടായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, വ്യക്തമാണ്. അൻസിബ, വളരെ നന്ദി ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.